വടക്കാഞ്ചേരിയിലെ തലപ്പള്ളി താലൂക്ക് ആസ്ഥാനത്ത് ഓഫീസ് ജീവനക്കാരെയും വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവരെയും വെള്ളം കുടിപ്പിക്കാൻ അതിരൂക്ഷ വേനലിൽ പോലും പറ്റാത്ത കിണറുണ്ട്. ഒരു തുള്ളി വെള്ളം കോരിക്കുടിക്കണമെങ്കിൽ കിണർ മൂടി നിൽക്കുന്ന പാറകം വെട്ടണം. അധികൃത അനാസ്ഥയെ കളിയാക്കി ജനങ്ങൾ ഈ കിണറിന് ഒരു പേര് നൽകി, പാറക കിണർ. താലൂക്ക് ഓഫീസിന് സമീപം കോടതി സമുച്ചയത്തിന്റെ മുന്നിലാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കിണറിന്റെ സ്ഥാനം. ചുറ്റുമതിൽ കെട്ടി മുകളിൽ ഇരുമ്പുവലയിട്ട് സംരക്ഷിച്ചിട്ടുണ്ടെങ്കിലും കമ്പികൾക്കുള്ളിലൂടെ പാറകച്ചെടികൾ വളർന്നു പന്തലിച്ചിരിക്കുകയാണ്. കിണർ നിർമ്മിച്ചത് 1098 ചുറ്റുമതിലിൽ കൊത്തിവെച്ചിട്ടുണ്ടെങ്കിലും കിണറിന് 926 വർഷത്തെ പഴക്കമുണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കും കൃത്യമായ മറുപടിയില്ല. ഭരണാധികാരികളുടെ മൂക്കിന് താഴെയാണ് കിണറെങ്കിലും പാറകച്ചെടികൾ വെട്ടിമാറ്റി സംരക്ഷിക്കാൻ ആരും മുതിരുന്നില്ല. പാറക വേരുകൾ സംരക്ഷണ ഭിത്തിയിൽ ആഴ്ന്നിറങ്ങി നാടിന്റെ ചരിത്രത്തോടൊപ്പം നിലകൊള്ളുന്ന കിണർ നശിച്ചുപോകുന്ന സ്ഥിതിവിശേഷവും നിലനിൽക്കുന്നു. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ജലസ്രോതസ് സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി പ്രമുഖ പരിസ്ഥിതി സംഘടനയായ ജനനിയും ഇന്ന് രംഗത്തെത്തി. വടക്കാഞ്ചേരി നഗരത്തിൽ സംസ്ഥാന പാതയിലും പാലസ് റോഡിലുമായി 40ഓളം പൊതുകിണറുകൾ ഉണ്ടായിരുന്നതായി പഴമക്കാർ പറയുന്നു. എന്നാൽ ഇന്ന് വടക്കാഞ്ചേരി നഗരം വികസിച്ചപ്പോൾ പല കിണറുകളും കയ്യേറ്റം മൂലവും മറ്റും അന്യാധീനപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ നഗരത്തിൽ 6ഓളം പൊതുകിണറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അവയുടെ അവസ്ഥയും വ്യത്യസ്തമല്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് വടക്കാഞ്ചേരി മുനിസിപ്പൽ കോടതിയും താലൂക്ക് ഓഫീസും എല്ലാം ഉൾക്കൊള്ളുന്ന തലപ്പള്ളി താലൂക്കിൻ്റെ ആസ്ഥാനത്താണ്. ഇവിടെ ഏതാണ്ട് 100 കൊല്ലം മുൻപേ നമ്മുടെ കൊച്ചി മഹാരാജാവിൻ്റെ സ്നേഹം കൊണ്ടും താല്പര്യം കൊണ്ടും ഈ പ്രദേശത്തോടുള്ള ഇഷ്ടം കൊണ്ടും ധാരാളം കിണറുകൾ, ഏതാണ്ട് 40ഓളം കിണറുകൾ ഈ ടൗണിനോട് അടുത്ത് അദ്ദേഹം നിർമ്മിക്കുകയും അതിൽ നിന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് ധാരാളം വെള്ളം കൊടുക്കുകയും ജനത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും സന്തോഷപൂർവ്വം നടത്തുകയും ചെയ്തിട്ടുള്ളതാണ്. അതിൽ പെട്ട ഒരു കിണറാണ് ഈ താലൂക്ക് ഓഫീസ് അങ്കണത്തിൽ നമ്മൾ ഈ കാണുന്നത്. ഈ അങ്കണത്തിൽ തന്നെ 4 കിണറുണ്ട് ഉണ്ടായിരുന്നു. അതിലൊരെണ്ണമാണ്. ഇതിൻ്റെ അവസ്ഥ കണ്ടാൽ യാതൊരു വിധത്തിലും സഹിക്കുന്നതല്ല. കൊല്ലവർഷം 1998 ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ളതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് PWD അധീനതയിലുള്ളതാണെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നടപടി ഏതെങ്കിലും അധികാരികളുടെ ഭാഗത്തു നിന്നും PWD ആയാലും കൊള്ളാം, റവന്യൂ വകുപ്പായാലും കൊള്ളാം, ഇവരുടെ ഭാഗത്തു നിന്നും സംരക്ഷിച്ച് ഈ കാടുകളും പടലുകളൊന്നൊക്കെ വെട്ടിമാറ്റി ഇതിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തെങ്കിലും ഇവിടെ വടക്കാഞ്ചേരിയിൽ വെള്ളം കിട്ടാത്ത ധാരാളം സമയമുണ്ട്. ഇതിൽ നിന്ന് പമ്പ് ചെയ്യാനുള്ള അവസ്ഥയെങ്കിലും ഉണ്ടാക്കി ഈ വടക്കാഞ്ചേരിയെ സംരക്ഷിക്കണമെന്നും ഈ കിണറുകളെല്ലാം സുരക്ഷിതമായിട്ട് ഉപയുക്തമായിട്ട് സംരക്ഷിച്ച് നിർത്തണമെന്നും ഈ അധികാരികളോട് എല്ലാവരോടും അപേക്ഷിക്കുന്നു. വടക്കാഞ്ചേരിയുടെ ജനനി എന്ന സംഘടനയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എല്ലാവരോടും നമ്മൾ ആവശ്യപ്പെടുന്നു. വേണ്ടത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജയ് ഹിന്ദ്.